പിൻഡോ റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓൺ ക്യാമറയാണ് ടോപ്പിക് സെലക്ഷൻ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് റീഡിങ്ങുകളായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. യൂണിവേഴ്സ് അങ്ങനെ ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യിക്കുന്നു. അതുകൊണ്ടാണ് മുൻകൂട്ടി ഒരു ടോപ്പിക്കും നിശ്ചയിക്കാതെ എന്താണോ നമുക്ക് കിട്ടുന്ന കാർഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള എനർജി പറയാമെന്ന് വിചാരിക്കുന്നത്. പിൻഡോ റൂബി അനലിറ്റിക്കൽ ടാരോ പ്രേക്ഷകർക്ക് എന്ത് മെസ്സേജാണ് അടിയന്തരമായിട്ട് നൽകണമെന്ന് യൂണിവേഴ്സ്, അവർ ഇപ്പോൾ കേൾക്കണമെന്ന് യൂണിവേഴ്സ് വിചാരിക്കുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചാണ്? 10 ഓഫ് വാൺസ്. 10 ഓഫ് വാൺസ് ആണ് നമ്മുടെ ടോപ്പിക് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ സിഗ്നിഫിക്കേറ്റർ കാർഡായിട്ടുള്ള 10 ഓഫ് വാൺസ് പറയുന്നത് നിങ്ങളിൽ പലരും ഇപ്പോൾ ജീവിതത്തിൽ വലിയൊരു ഭാരം ചുമലിലിട്ടിക്കൊണ്ട് നടക്കുകയാണെന്നാണ്. വല്ലാതെ തളർന്നുപോയ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ കഠിനാധ്വാനത്തിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു ഫലം ലഭിക്കുക? എവിടെയാണ് നിങ്ങൾക്ക് വിശ്രമം ലഭിക്കുക? നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ 10 ഓഫ് വാൺസ് എനർജിയുമായിട്ട് നടക്കുന്നത്? നമുക്ക് ഒരു ഡൊമൈൻ കാർഡ് എടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ, അത് ജോലിയിലാണോ, പൊതുജീവിതത്തിലാണോ, അല്ലെങ്കിൽ കുടുംബത്തിലാണോ, ഏത് മേഖലയിലാണ്? നമ്മളൊരു മേഖലയിൽ ലിമിറ്റ് ചെയ്യുന്നില്ല. കാർഡ് പറയുന്ന എനർജി ഏത് ഡൊമൈനാണ് എന്നത് നമുക്ക് കാർഡിലൂടെ നോക്കിയെടുക്കാം. പേജ് ഓഫ് വാൺസ്. അതായത് നിങ്ങളുടെ സിഗ്നിഫിക്കേറ്റർ കാർഡും ഡൊമൈൻ കാർഡും ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പുതിയ തുടക്കങ്ങളും ഉത്തരവാദിത്വങ്ങളെയും പറ്റിയാണ് ഈ റീഡിങ്. ഇത് 10 ഓഫ് വാൺസിൻ്റെ ഭാരം നിങ്ങൾ അനുഭവിക്കുന്നത് എന്തായാലും പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിച്ചതുകൊണ്ടാണ്. നാളിതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ആരംഭിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും നിങ്ങളുടെ കരിയറുമായിട്ടോ പഠനവുമായിട്ടോ പുതിയ പ്രൊജക്റ്റുകളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു പുതിയതായി തുടങ്ങിയ ഒരു ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സോ ആകാം ഈ ഭാരത്തിന് കാരണം. ഒരു തുടക്കക്കാരൻ്റെ, ഒരു യുവാവിൻ്റെ, ഒരു യങ് എനർജിയുടെ ആവേശം നിങ്ങളിൽ ഉണ്ട് എങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ പോലെ ഒരു ചാനൽ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയകൾ നടപ്പാക്കാൻ നോക്കുന്നതോ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതായിരിക്കാം. അത് നിങ്ങൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിലും വീട്ടിലേക്ക് നിങ്ങൾ വന്നു കയറുന്നത് ഇതിൻ്റെ ഈ ജോലിയുടെ അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ കടുത്ത ഭാരവും ചുമന്നുകൊണ്ടാണ്. ആകെ തളർന്ന അവസ്ഥയിലാണ്. പക്ഷെ അത് അവസാന ഘട്ടമാണ്. ആ തളർച്ചയുടെ ഒരു അവസാന ഘട്ടം, റിസൾട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. എന്തായാലും നിങ്ങൾ വലിയൊരു ഭാരം ചുമന്നാണ് മുന്നോട്ട് നടക്കുന്നത് ഇപ്പോൾ. എന്നാൽ എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കത് ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആകെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയതുപോലെ, ആകെ ഒരു കഷ്ടപ്പാടിലാണ് ഞാൻ എന്ന ഒരു ഫീല്, ഒരു പ്രതീതി നിങ്ങളിൽ ഉണ്ടാക്കുന്നു. വല്ലാത്തൊരു മടുപ്പ്. ഈ പ്രവൃത്തിയോടൊപ്പം വരുന്ന മറ്റുത്തരവാദിത്തങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നിങ്ങളെ ആകെ തളർത്തി കളയുന്നുണ്ട്. ഈ പുതിയ തുടക്കം നിങ്ങളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്നത് നമുക്ക്
നോക്കാം. അതിനൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്കെടുക്കാം. അതായത് ഇതിലൊരു മാറ്റം വരുമോ ഈ ഒരു അവസ്ഥയിൽ? നിലവിൽ എന്തായാലും 10 ഓഫ് വാണ്ട്സ് എന്തിയാണ് നിങ്ങൾ നടക്കുന്നത്, അതിനൊരു മാറ്റം ഉണ്ടാകുമോ? ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നിങ്ങൾ കാത്തിരിക്കുന്ന മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ, അവസരത്തെയൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ഈ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും തരത്തിൽ ആ മാറ്റം നിങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു ക്ലാരിഫിക്കേഷൻ കാർഡായിട്ട് ഡെത്ത്. തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഡെത്ത് കാർഡ്. ഡെത്ത് കാർഡ് ഒരിക്കലും മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഡെത്ത് കാർഡ് പറയുന്നത് പഴയത് അവസാനിച്ച് പുതിയത് ആരംഭിക്കുന്നു എന്നുള്ളതിനെയാണ്. എന്തായാലും ആ മാറ്റം അനിവാര്യമായൊരു മാറ്റമായിരിക്കും. അങ്ങനെ ഒരു മേജർ ലൈഫ് ട്രാൻസിഷൻ ആയിരിക്കും. ഡെത്തും ബെർത്തും ഒക്കെ അങ്ങനെയാണല്ലോ. അതുപോലെ ഈ 10 ഓഫ് വാണ്ട്സിൻ്റെ ഭാരം നിങ്ങളായിട്ട് സ്വയം അവസാനിപ്പിക്കുന്നതല്ല, അത് താഴെയിറക്കി വയ്ക്കുന്നതല്ല. കാലം നിങ്ങളിൽ നിന്ന് അതെടുത്തു മാറ്റാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഭാരത്തെ കാലമാണ് എടുത്തു മാറ്റാൻ വേണ്ടി പോകുന്നത്. ഒരു നല്ല സൂചന, ശുഭകരമായൊരു സാഹചര്യം, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളും ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എല്ലാം അവസാനിക്കാൻ പോകുന്നതിൻ്റെ സൂചന. എന്തായാലും നിലവിലുള്ള സാഹചര്യം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം മാറുകയും ആ സ്ഥാനത്ത് നമ്മളിവിടെ കണ്ട പേജ് ഓഫ് വാണ്ട്സ് നൽകുന്ന പുതിയൊരു തുടക്കം സംഭവിക്കുകയും ആ ഒരു യങ് എനർജി നിങ്ങളിലുണ്ട്. ആ എനർജിയോട് കൂടി തന്നെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് ആ ഭാരങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ആ ഉത്തരവാദിത്വത്തിൻ്റെ കെട്ടുപാടുകൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്. അതിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഫലമില്ലാത്ത കഠിനാധ്വാനത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ സാഹചര്യങ്ങളും പഴയ ചിന്താഗതികളും അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന സാഹചര്യത്തിൽ നിരന്തരം പോരാടേണ്ടി വരുന്നതുമെല്ലാം നിങ്ങളെ വല്ലാതെ ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജി. അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മുക്തി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഈ പഴയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പുതിയ ഐഡിയകൾക്കും ആവേശത്തിനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടം ലഭിക്കുക. നിങ്ങൾ അതിൽ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ ആ ഒരു പ്രതിസന്ധികൾ നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. അതിൽ നിങ്ങളായിട്ട് പിടിച്ചു തൂങ്ങി നിൽക്കരുത്. പോകേണ്ടതിനെ പോകാൻ അനുവദിക്കുക. എങ്കിൽ മാത്രമേ മികച്ചത് നിങ്ങളെ തേടി വരൂ എന്നൊരു സന്ദേശം കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാർഡുകളെ സൈഡിലേക്ക് വയ്ക്കാം. നമ്മുടെ സിഗ്നിഫിക്കേറ്റർ കാർഡ്, ഡൊമൈൻ കാർഡ്, ക്ലാരിഫിക്കേഷൻ കാർഡായിട്ടുള്ള ഡെത്ത് കാർഡ് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ, അതിനെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കായിട്ട്, അതായത് ഈ മാറ്റം എങ്ങനെയാണ് നിങ്ങളിൽ പ്രകടമായി തുടങ്ങുന്നത്. മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്, വലിയൊരു മാറ്റം നിങ്ങളിൽ വരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയായിരിക്കും നിങ്ങളിൽ പ്രകടമാവുക? വീണ്ടും ഡെത്ത് കാർഡ് വന്നിരിക്കുന്നു. ഡബിൾ കൺഫർമേഷനാണ്. വേറൊരു ഡെക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എനർജിയെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, ഇത് കൺഫേം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ആ മാറ്റം എന്തായാലും സംഭവിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജമ്പേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. 2 കാർഡാണ് വന്നിരിക്കുന്നത്, 9 ഓഫ് വാണ്ട്സ് ആൻഡ് 10 ഓഫ് സോർഡ്സ്. അപ്പം ഇത്രയും ഭാരം നിങ്ങളുടെ തലയിൽ വരാൻ കാരണമായ കഴിഞ്ഞകാല കാര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എന്ത് തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്? നേരത്തെ നമ്മൾ ഈ ഒരു ഭാരം അത് വേണ്ടതാണെങ്കിൽ പോകാൻ അനുവദിക്കണം. എന്തിനെയാണ് വിട്ടുകളയേണ്ടത്, ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ടവർ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ, അത് തകർന്നു പോയിക്കോട്ടെ. തകർന്നു പോകുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ്. എന്ത് മെസ്സേജാണ് ഈ കിട്ടുന്നത് അല്ലേ? എത്ര കറക്റ്റായിട്ടാണ്, ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഭയപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ടവർ വരുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കൊരു ഭയത്തിൻ്റെ ഒരു പ്രതീതി സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. എന്താണ് അത്തരത്തിലുള്ള ഭയങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ? ഈ മാറ്റത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന
ആ പ്രതിസന്ധികൾ, ഒബ്സ്റ്റക്കിൾസ് എന്താണ്, ഫൈനൽ ഔട്ട്കം. ഇങ്ങനെയൊരു മാറ്റം, ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ജീവിതം അല്ലെങ്കിൽ അവസരം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ജമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. 3 കാർഡ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡിൽ നിങ്ങളുടെ 10 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് വാൺസ് ചുമന്ന് നടക്കുന്ന നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള യങ് എനർജിയെ, നിങ്ങളുടെ പുതിയ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, പുതിയ പ്രൊജക്റ്റുകളിൽ, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകളിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങളെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ വഴിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട കാർഡുകളിലൂടെ, സിഗ്നിഫിക്കേറ്റർ കാർഡിലൂടെയും ഡൊമൈൻ കാർഡിലൂടെയും അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ കാർഡിലൂടെയും കണ്ടു. ആ ക്ലാരിഫിക്കേഷൻ കാർഡ് തന്നെ ഇവിടെ ഇതെങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായി വന്നത് ഈ മാറ്റം എത്രത്തോളം ശക്തവും അനിവാര്യവുമാണ് എന്ന് കാണിക്കുന്നതിനാണ്. മാറ്റം എന്തായാലും സംഭവിക്കും. കറണ്ട് എനർജി എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. പഴയ ഒരു അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും, എന്ത് പ്രതിസന്ധികളുടെ ആണെങ്കിലും, നിങ്ങൾ ചുമന്ന ആ ഭാരത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ ആ ബുദ്ധിമുട്ടുകളുടെ ഒരു പഴയ സാഹചര്യം എന്തായാലും പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഇനി പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ നിങ്ങൾ നിൽക്കരുത്. അത് വീടുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, ഇനി നിങ്ങളുടെ നാളിതുവരെയുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ പ്രാരാബ്ധത്തിൽ പെട്ടുഴലുന്ന ആ എനർജി അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ശക്തമായ താക്കീതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നെങ്കിൽ അത് തനിയെ മാറിപ്പോയിട്ടുണ്ട്, കാലം മാറ്റുന്നതായിരിക്കും. ഇവിടെ ഡെത്ത് കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിങ്ങളായിട്ട് അതിന് തയ്യാറെടുക്കണം. 10 ഓഫ് വാൺസിൽ നമ്മൾ കണ്ട, ഇവിടെ നമ്മൾ കാണുന്ന ആ വലിയ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ഒരു അന്ത്യം കുറിക്കലാണ്. അത് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജോലിയിലാകാം, ചിന്താഗതിയിലാകാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങളിലാകാം. പഴയത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഴയത് നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുമ്പോൾ ഒരു ശൂന്യത ഉണ്ടായേക്കാം. അതായത് നിലവിൽ നിങ്ങളോടൊപ്പമുള്ള ഒരു കാര്യത്തെ, അത് എന്ത് തന്നെ കാര്യമായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാകും. സ്വാഭാവികമാണത്. പക്ഷെ അത് പുതിയൊന്നിനെ സ്വീകരിക്കാൻ ഒരു സ്പേസ് ഒരുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥലം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മാറ്റത്തെ തടയാൻ ശ്രമിക്കാതെ അതിനോടൊപ്പം സഞ്ചരിക്കേണ്ട സമയമാണിതെന്ന് അടിവരയിട്ടാണ് ഈ 2 ഡെത്ത് കാർഡുകൾ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത്. അതൊന്ന് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ഒന്ന് നിങ്ങൾ തന്നെത്താനെ കൊണ്ടുവരേണ്ടതും ആണ്. രണ്ടും കൂടി ചേർന്ന് ആ മാറ്റങ്ങളെ, രണ്ടും കൂടി ഇവിടെ സംഭവിക്കും. നിങ്ങളായിട്ടൊരു തീരുമാനവും യൂണിവേഴ്സ് അതിനെ ശരിവെക്കുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ എനർജി ആയിട്ടുള്ള ഈ പേജ് ഓഫ് വാൺസ്, എന്തിനും ക്രിയേറ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവുമുള്ള യങ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. പക്ഷെ ഇവിടെ ഒരു വയസ്സനായിട്ടുള്ള ഒരാളെ പോലെ തളർന്ന് ഒരു ശേഷിയുമില്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ വീട്ടിൻ്റെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. സ്ത്രീകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും വീട്ടുജോലികളിലൊക്കെ പെട്ടുകിടക്കുന്ന, എന്നാൽ ഒരുപാട് കഴിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കാം. പക്ഷെ വീടിൻ്റെ അടുക്കളയിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്ന, വീട്, കുടുംബം, കുട്ടികൾ എന്ന ഒരു രീതിയിലേക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾ വിട്ടുകളയുന്നില്ല. തളർന്നു, നിങ്ങൾ ക്ഷീണിച്ചു, ഇനി എനിക്കൊന്നിനും കഴിയില്ല എന്ന് തോന്നുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ ഈ തളർച്ചയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും മാത്രം നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? യങ് ആയിട്ടുള്ള പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ആളാണ്. ഈ ഉത്തരവാദിത്തങ്ങളുടെ ഈ ബാണ്ടക്കെട്ടുകൾ, തീർച്ചയായിട്ടും ആ ബാധ്യതകൾ ഒന്നഴിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറാകൂ. ആ മാറ്റം കുതിരപ്പുറത്താണ് വരുന്നത്, വലിയ ആർജവത്തോടു കൂടിയാണ് വരുന്നത്. അതിന് നിങ്ങൾ തയ്യാറാവൂ. നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേജ് ഓഫ് വാൺസ് എനർജിയിലേക്ക് തിരികെ പോകാൻ സാധിക്കും. അതിന് എല്ലാ ബന്ധങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ദിവസം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ളതല്ല പറയുന്നത്. മാറ്റം നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമാണ് എന്നുള്ളതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇത്രയധികം ഭാരം നിങ്ങളുടെ തലയിൽ വരാൻ കാരണമായ സാഹചര്യങ്ങൾ എന്നത് നോക്കുമ്പോൾ
നമുക്ക് ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് വാൺസും 10 ഓഫ് സോഡ്സുമാണ്. അതായത് വലിയൊരു ആക്രമണം നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒരു യുദ്ധം ജയിച്ചു നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ തളർന്നു, ക്ഷീണിതനായി, 10 ഓഫ് വാൺസ് പോലെ. പക്ഷെ അതൊരു എൻഡിലേക്ക് എത്തി. ഇവിടെ ഏതു നേരവും നിങ്ങളിലേക്ക് ഉണ്ടാകാവുന്ന, അതായത് നിങ്ങളെ ഇങ്ങനെ ബാക്കിൽ നിന്ന് കുത്തി വീഴ്ത്തും, ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണ് നിങ്ങളെന്ന് ധാരണയിൽ ഉറക്കം പോലും ഇല്ലാതെ നിങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു ജാഗ്രതയോടുകൂടി നിന്നിരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നാളിതുവരെയുള്ള തൊട്ട് മുൻപത്തെ സമയം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ജാഗ്രതയിൽ, സദാ ജാഗ്രതയിൽ നിൽക്കേണ്ടി വരുന്ന, അവസാനം പിന്നിൽ നിന്ന് കുത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വലിയൊരു അതിജീവനത്തിലൂടെയാണ് എന്തായാലും കടന്നു വന്നിട്ടുള്ളത്. ഒരു അതിജീവനത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ചയുടെ ആഴം ഈ കാർഡുകൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ 10 ഓഫ് വാൺസ് കാണിക്കുന്ന തരത്തിൽ തളർന്ന് ക്ഷീണിതനായ എന്നാലും പിന്തിരിഞ്ഞു പോവാത്ത ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചത് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇതിലേക്ക് നടന്നു വന്നതെന്നാണ്. ഒരു മുറിവേറ്റ പോരാളിയായിട്ട് ഒറ്റയ്ക്ക് പൊരുതുന്നൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ. കുറേ നാളുകളായി പലതവണ വീണുപോയിട്ടും മുറിവേറ്റിട്ടും നിങ്ങൾ വിട്ടുകൊടുത്തില്ല. എപ്പോഴും എന്തോ ഒരു അപകടം സംഭവിക്കാനിരിക്കുന്നു എന്ന ഒരു ഭയത്തോടെ, ജാഗ്രതയോടെയാണ് നിങ്ങൾ ജീവിച്ചത്. അതാണ് ഈ 9 ഓഫ് വാൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ കരുതലോടുകൂടി നിന്നിട്ടും ഇതിനിടയിൽ വലിയൊരു വഞ്ചന നിങ്ങൾ എന്തായാലും നേരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി വന്ന തിരിച്ചടികൾ ഒരുപാട്. ഇത് കണ്ടോ, 10 സോഡ്സാണ് പിന്നിൽ നിന്ന് നിങ്ങളിലേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഒരു തിരിച്ചടിയൊന്നുമല്ല, ഒരു ആക്രമണമൊന്നുമല്ല, എല്ലാം ഒളിഞ്ഞു നിന്ന് ചെയ്ത അക്രമങ്ങൾ, വഞ്ചനകൾ അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി വയ്യ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇതിലൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ 10 ഓഫ് സോഡ്സ് എന്നാൽ വേദനയുടെ പരമാവധി എന്നാണ് അർത്ഥം. ഇതിൽ കൂടുതൽ മോശമായി, നിങ്ങൾക്ക് ഉണ്ടായതിൽ കൂടുതൽ മോശമായി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനില്ല, ഇനി വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്, 2 തവണ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ചതിയും വഞ്ചനയും ഇല്ല. ഇനി ഇങ്ങനെ നിൽക്കണ്ട, ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. 10 ഓഫ് വാൺസിനെ പോലെ പഴയ കഷ്ടപ്പാടുകളുടെ കാലം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ച കടുത്ത പോരാട്ടങ്ങളും വേദനകളുമാണ് എന്തായാലും ഈ മാറ്റത്തിലേക്ക് വഴിതിരിക്കുന്നത്, അതിന് കാരണമാകുന്നത്. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിക്കപ്പെടാൻ നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തിരിച്ചറിവിലാണ് നിങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്നതാണ് നമുക്ക് ടവർ കാർഡിലൂടെ കിട്ടുന്ന മറുപടി. എന്തായാലും ഇത് വെറുമൊരു റീഡിംഗ് അല്ല കേട്ടോ. നമ്മുടെ റീഡിങ് ശരിക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഡെത്ത് കാർഡിന് പിന്നാലെ ടവർ കൂടി വരുന്നത് ഒരു ടാരോ റീഡിങ്ങിലെ ഏറ്റവും ശക്തമായ സൂചനകളിൽ ഒന്നാണ് എന്ന് നമുക്ക് പറയാം. 2 മേജർ ആർക്കാന കാർഡ്സാണ്. ഇതിനർത്ഥം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മാറ്റം വെറും ഒരു മാറ്റമല്ല, അതൊരു മഹാവിസ്ഫോടനം തന്നെയാണ് എന്നതാണ്. ചെറിയൊരു മാറ്റമൊന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ അനുഭവപ്പെടുന്നത്. പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതൊരു നെഗറ്റീവായൊരു തകർച്ചയല്ല. ഉറപ്പില്ലാത്ത അടിത്തറയിൽ പണിതതെല്ലാം തകർന്നു വീഴുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ അധ്വാനിച്ചിട്ട് കാര്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്? അടിത്തറ ഉറപ്പുള്ളതായാലേ അതിൻ്റെ മുകളിൽ നമ്മൾ പണിതുയർത്തുന്ന സാമ്രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഈ ടവർ പോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും.
അങ്ങനെ ഉറപ്പില്ലാത്തൊരു കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ നടത്തിയ അധ്വാനം തകർന്നു വീഴുന്നു എന്ന് പറയുന്നത് ഇനിയുള്ള തകർച്ചയിൽ നിന്ന്, വലിയ തകർച്ചകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു മോചനമാണ്, ശരിക്കും ഒരു തകർച്ചയല്ല എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതായത് നിങ്ങൾ ഇത്രയും കാലം സുരക്ഷിതമെന്ന് കരുതി പിടിച്ചു തൂങ്ങി നിന്നിരുന്ന പല കാര്യങ്ങളും, അതൊരു ജോലിയാകാം, ബന്ധങ്ങളാകാം, ചിന്താഗതിയാകാം, പെട്ടെന്ന് തകർന്നു വീഴുന്നത് കണ്ട് നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ പരിഭ്രമിക്കേണ്ട, അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ദിവസം പോലും ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, കരയേണ്ട കാര്യമില്ല. കാരണം ശരിയല്ലാത്ത അടിത്തറയിൽ പണിത കാര്യങ്ങൾ തകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതൊന്ന് പണിയാൻ സാധിക്കും. ഉറപ്പുള്ളത്, കൂടുതൽ തിളങ്ങാൻ പറ്റുന്നത്. നിങ്ങൾ കാണാതെ പോയ ചില കൈപ്പേറിയ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അത് നിങ്ങളെ ആദ്യം ഒന്ന് ഞെട്ടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ സത്യമാണ് നിങ്ങളെ ഈ 10 ഓഫ് വാണ്ട്സിന്റെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത്. ഈ ഭാരവും പേറിയാണ് നിങ്ങൾ നടക്കുന്നത്. ഒരു മനസ്സമാധാനവും ഇല്ലാതെ പിന്നിൽ നിന്നുള്ള കുത്തുകളെല്ലാം നേരിട്ടുകൊണ്ട് ഏത് സമയവും ആക്രമിക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്, അത് എന്തൊരു ജീവിതമാണ്. ശരിക്കും നിങ്ങൾ ഈ പേജ് ഓഫ് വാണ്ട്സ് ആണ്. പക്ഷെ ആ എനർജിയിലേക്ക് വരാനേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എത്ര പ്രൗഢിയോടുകൂടിയാണ് ഈ പേജ് ഇവിടെ നിൽക്കുന്നത്, ഈ വ്യക്തി ഇതിൽ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രൗഢിയുള്ളൊരു വ്യക്തിയായ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രൗഢി എല്ലാം നഷ്ടപ്പെട്ടു. ക്ഷീണിച്ച അവശനായ നിലയിലായി, കുത്തുകൊണ്ട് താഴെ വീഴുന്ന നിലയിലായി. എത്രയെത്ര ആക്രമണങ്ങൾ. അതിന് വേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ദൈവികമായ ഒരു ഇടപെടലാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തപ്പോൾ പ്രപഞ്ചം തന്നെ ഇടപെട്ട ആ മാറ്റം ഉണ്ടാക്കും. അതാണ് ഈ 2 ഡെത്ത് കാർഡ് കാണിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ് നമുക്ക് തീർച്ചയാണത്. ഓക്കെ, അപ്പോൾ ഈ വലിയ തകർച്ചയ്ക്കും മാറ്റത്തിനും ഇടയിൽ നിങ്ങളുടെ വളർച്ചയെ തടയാൻ നോക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഘടകം എന്താണ്? അപ്പോൾ ഒരു വലിയൊരു മാറ്റത്തിലേക്കാണ് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം, ഈ ഒരു മാറ്റങ്ങളെല്ലാം, തകർച്ചകളെല്ലാം കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ വരാവുന്ന പ്രതിസന്ധികൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. അതായത് എന്ത് തന്നെയാണെങ്കിലും ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവികമായിട്ടുള്ള നീതി ഉണ്ടെന്ന് ഈ ഡിവൈൻ ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധികളുടെ സ്ഥാനത്ത് ഈ കാർഡ് വരുമ്പോൾ അവിടെ നമ്മൾ അതിൽ കാണേണ്ട ഒരു അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ തകർച്ചകളും ഭാരങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവൃത്തികളുടെ ഒരു ബാലൻസിങ് ആണെന്ന് തിരിച്ചറിയുക എന്നതാണ്. അതായത് ഒരു കർമ്മഫലം പോലെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് നിങ്ങളുടെ ഈ ജന്മത്തിലെ മുൻകാല പ്രവൃത്തികളുടെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അനുഭവിച്ചു വന്നൊരു സാഹചര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പൂർവികരുടെ ആരുടെയെങ്കിലും കർമ്മഫലം നിങ്ങളിലൂടെ അവസാനിച്ചതുമാകാം. ഒരു ഡിവൈൻ ജസ്റ്റിസ് ഇവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ നേരിടണം. ഇത് നേരിട്ടുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് നേരിടാൻ മടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു കേസോ ഔദ്യോഗികമായ രേഖകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപരമായ നൂലാമലകളോ നിങ്ങളുടെ മാറ്റത്തെ അല്പം വൈകിപ്പിക്കുന്നുണ്ടാകാം. വൈകാരികമായിട്ട് ചിന്തിക്കാതെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ സമയം. അതായത് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം, ഈ മാറ്റം എനിക്ക് എന്ത് മാറ്റമാണ് വരുത്തിയത്, എന്നിൽ എന്ത് മാറ്റം വരുത്തി എന്ന് പോസിറ്റീവായിട്ട് ആ മാറ്റത്തെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ, അങ്ങനെ നിങ്ങൾ ശ്രമിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയാണ് ഇവിടെ ഈ ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നമ്മൾ എപ്പോഴും പഴിചാരിക്കൊണ്ടിരുന്നാൽ, സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ പഴിചാരിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നമ്മുടെ തെറ്റുകൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ പോലും നമുക്കത് അറിയാൻ സാധിക്കില്ല, തിരുത്തുകയും ഇല്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പഴി പറയാതെ, എന്തായാലും നമ്മുടെ തെറ്റുകൊണ്ടോ വേറെ ആരുടെയെങ്കിലും തെറ്റുകൊണ്ടോ നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കൊണ്ടോ മുൻജന്മ കർമ്മം കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊന്നും നമുക്കറിയില്ല. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല.
അപ്പോൾ മുൻജന്മത്തിൻ്റെ കാര്യം നമ്മൾ എങ്ങനെയാണ്, നമുക്കതിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ടൊക്കെയാണ് നമുക്കതിൽ എന്തെങ്കിലും ചേഞ്ചസ്, അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നൊരു ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നീതിയുക്തമായ രീതിയിൽ ശ്രദ്ധിച്ച് പോവുക. സത്യത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി നീതി വരും. പക്ഷെ അതിനായിട്ട് സുതാര്യമായിട്ട് നിങ്ങളുടെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും ഇത്രയും വലിയ അഴിച്ചുപണികൾക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 3 ജംബോസ് കാർഡ് ആണ് കിട്ടിയത്. ഇതൊരു ശാന്തമായിട്ടുള്ള, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ്റെ സമയമാണ് എന്നുള്ളതാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. അതായത് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥ, ആയുധങ്ങൾ വെച്ച് റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തെ കാണിക്കുന്നു. ആഴത്തിലുള്ള ചിന്താഗതികളെ, കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുന്നതിനെ കാണിക്കുന്നു. ഒരു സന്തോഷകരമായ ഒരു കൊളാബറേഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നതിനെ കാണിക്കുന്നു. അപ്പോൾ 10 ഓഫ് വാണ്ട്സിൻ്റെ ഭാരം പൂർണ്ണമായും ഇറക്കി വെച്ച് നിങ്ങൾ വിശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കും നിങ്ങളുടെ ഒരു റിസൾട്ട്. ആ ബാധ്യതകളൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നു. കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്ന് നമുക്കിതിനെ പറയാം. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച തളർച്ചയ്ക്കും, ഇവിടെ ഭയങ്കര കഠിനമായിട്ടുള്ള സാഹചര്യം, ഇവിടെ 9 ഓഫ് വാണ്ട്സ് ആണെങ്കിലും 10 ഓഫ് വാണ്ട്സ് ആണെങ്കിലും എല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് നിങ്ങൾ വരുന്നു. നാളിതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള തളർച്ചയ്ക്കും പോരാട്ടങ്ങൾക്കും എല്ലാം ശേഷം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇനി ഒന്ന് വിശ്രമിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖപ്പെടാൻ ആവശ്യമായ സമയം ഇപ്പോൾ ലഭിക്കും. ആ ഭാരമെല്ലാം, നിങ്ങൾക്ക് നാളിതുവരെ ഉണ്ടായിരുന്ന ഭാരമെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. ഈ തകർച്ചകളിൽ നിന്ന് നിങ്ങൾ വലിയൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. ആഴത്തിൽ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന പാഠം, അത് ഈ ജന്മത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന പാഠമാണെങ്കിലും ചില ലെസൺസ് നിങ്ങൾ പഠിക്കേണ്ടി ഇരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായത്. അത് ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ വിവേകിയായിട്ട്, അറിവുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി കുറച്ച് സമയം സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും സമാധാനം കണ്ടെത്താനും നിങ്ങൾക്ക് ഇനി സാധിക്കും. കാരണം നിങ്ങൾക്ക് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി സാധിക്കും. ആ ഒരു പക്വതയിലേക്ക് നിങ്ങളുടെ മനസ്സ് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നുപോയി, ഒരു വലിയ തകർച്ചകൾ, പിന്നിൽ നിന്നുള്ള ചതികൾ, വഞ്ചനകൾ, ജാഗ്രതയോടുകൂടിയുള്ള ഇരിപ്പ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളെല്ലാം പേറി നടന്ന നിങ്ങൾക്ക് നീതി നടപ്പാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. വലിയ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു റെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലേക്കും കാര്യങ്ങൾ വിവേകത്തോടു കൂടി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുകയും ഒരു പുതിയൊരു നിർമ്മാണത്തിൻ്റെ, അതായത് എല്ലാം തകർന്നു പോയി എന്ന് നിങ്ങൾ കരുതിയ സ്ഥലത്ത്, ഈ ടവർ കാർഡിന് അലൈൻഡ് ആയിട്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെല്ലാം തകർന്നു പോയി എന്ന് കരുതിയ സ്ഥലത്ത് പുതിയൊരു അടിത്തറയിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ഒരു അടിത്തറ പണിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ആരംഭിക്കാൻ, ജീവിതം ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അത് ഒറ്റയ്ക്കല്ല, അതാണ് ഇവിടെ പ്രധാനം. നിങ്ങളെ സഹായിക്കാൻ വിദഗ്ധരായ ആളുകളോ സുഹൃത്തുക്കളോ എന്തായാലും കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ കൂടെ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് ഈ പേജിൻ്റെ എനർജിയിലാണ്, യങ് എനർജിയിലാണ്. നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിക്കുന്ന ഒരു പുതിയ പ്രൊഫഷണൽ തുടക്കം എന്ന രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ കാണപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പഴയ ടവർ തകർന്നു വീണത് പുതിയൊരു കൊട്ടാരം പണിയാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ്. കണ്ടോ, ഇത് തകർന്നു പോയെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ആയിരിക്കാം, മോഹങ്ങളായിരിക്കാം, ജോലിയായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം. പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു നല്ലൊരു എനർജിയാണ് കാണുന്നത്, നല്ല വൈബാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന തകർച്ചകളെ കണ്ട് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. അത് നിങ്ങളുടെ തലയിലുള്ള ആ വലിയ ഭാരം ഒഴിവാക്കാനും നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കാനുമുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു വഴിയാണ്. ഈ മാറ്റത്തെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കുക. സമാധാനപരമായ ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ്. അപ്പോൾ എല്ലാവർക്കും നല്ല
ഒരു ജീവിതം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകളുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ.